തിരുവനന്തപുരം നെയ്യാറ്റിൻകരയില് വൻ MDMA കടത്ത്. തുണിക്കച്ചവടത്തിന്റെ മറവിൽ MDMA കടത്തിയ അമ്മയും മകനും ഉൾപ്പെടുന്ന 4 അംഗ സംഘം പിടിയിലായിട്ടുണ്ട്. ഈഞ്ചക്കൽ സ്വദേശിയായ കിരണിന്റെ അമ്മ ബീന, അക്ഷയ്, പെൺസുഹൃത്ത് സന്ധ്യ എന്നിവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് 125 ഗ്രാം MDMA പിടികൂടി. ദേവൻ MP വിവരങ്ങളുമായി ചേർന്നു. ദേവൻ, വിവരങ്ങൾ എങ്ങനെയാണ്? സംസ്ഥാനത്ത് അടുത്തിടെ പിടികൂടിയ ഏറ്റവും വലിയ രാസലഹരി ഇടപാട് തന്നെയാണിത്. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയിൽ നിന്നും ഇപ്പോൾ ഇന്ന് രാവിലെ പുലർച്ചയോടുകൂടി തന്നെ എക്സൈസ് സംഘം പിടികൂടിയിരിക്കുന്നത് 125 ഗ്രാം MDMA ആണ് പിടികൂടിയത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ രാസലഹരി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എക്സൈസ് സംഘത്തിന്റെ പിടിയിലായിരിക്കുന്നത് ഒരു കുടുംബമാണ് എന്നുള്ളതാണ്. അതായത് തിരുവനന്തപുരം ഈഞ്ചക്കൽ സ്വദേശിയായിട്ടുള്ള കിരണിന്റെ അമ്മ ബീന, ഒപ്പം തന്നെ കിരണിന്റെ സുഹൃത്ത് അക്ഷയ്, ഒപ്പം തന്നെ കിരണിന്റെ മറ്റൊരു പെൺസുഹൃത്ത് സന്ധ്യ, ഈ 4 പേരുടെ അറസ്റ്റാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവർക്ക് തിരുവനന്തപുരത്ത് തന്നെ ഒരു വസ്ത്ര വ്യാപാര ഒരു കടയുണ്ട്. ആ വസ്ത്ര വ്യാപാര കടയുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ തിരുവനന്തപുരത്ത് നിന്നും വാഹനത്തിൽ തമിഴ്നാടും ഒപ്പം തന്നെ ബാംഗ്ലൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പോയി അവിടെ നിന്നും തുണി എത്തിച്ചുകൊണ്ടാണ് ഈ കച്ചവടം നടത്തുന്നത്. പക്ഷേ ഈ കച്ചവടത്തിന്റെ പിന്നിൽ വലിയ രീതിയിലുള്ള ഈ MDMA രാസലഹരി കടത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യമാണ് ഇപ്പോൾ ഈ എക്സൈസ് സംഘം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ ഇവരുടെ ഇടപാടുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില വിവരങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സൈസിന്റെ ഒരു നിരീക്ഷണത്തിലുമായിരുന്നു ഇവർ. എന്നാൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഈ കടത്തുന്നത് ഈ രാസലഹരി കടത്തുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദിവസം തന്നെ ഇവരെ പിടികൂടണമെന്നുള്ളൊരു കാര്യത്തിൽ എക്സൈസിന് ഒരു തീരുമാനമുണ്ടായിരുന്നു. അങ്ങനെയാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി തന്നെ ഇവർ ഇത്തരത്തിൽ തിരുപ്പൂരിൽ നിന്നും ബാംഗ്ലൂരു എത്തി അവിടെ നിന്നും ഈ MDMA തന്നെ അവിടെ നിന്നും ശേഖരിച്ചുകൊണ്ട് തിരികെ തിരുവനന്തപുരത്തേക്ക് എത്തുന്ന വിവരം എക്സൈസിന് ലഭ്യമായത്. അങ്ങനെ നെയ്യാറ്റിൻകര കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള വാഹന പരിശോധന ഇന്നലെ അർദ്ധരാത്രി മുതൽ നടത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് പുലർച്ചെ 5 മണിയോടുകൂടി തന്നെ ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ മറ്റൊരു കാര്യം, ഈ കിരണിന്റെ ആദ്യ ഭാര്യയിലുള്ള ഒരു കുഞ്ഞ്, 8 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞും ഈ സംഘത്തിനൊപ്പം ഈ കാറിൽ ഉണ്ടായിരുന്നു. പലപ്പോഴും ഈ കുടുംബം ഈ കുഞ്ഞുമായാണ് ഇത്തരത്തിൽ ഈ വാഹനയാത്ര നടത്തുന്നത്. അങ്ങനെ പലപ്പോഴും ഈ അതിർത്തി കടന്ന് ഈ തുണി എടുക്കുന്നതിനായി മറ്റ് സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ ഈ കുഞ്ഞിനെയും ഒപ്പം കൂട്ടുന്നു. അതുകൊണ്ട് തന്നെ പലപ്പോഴും പോലീസിന്റെയും ഒപ്പം തന്നെ എക്സൈസിന്റെയും എല്ലാം തന്നെ വാഹന പരിശോധനയിൽ ഈ കുടുംബം യാത്ര ചെയ്യുന്നതും ഈ കുഞ്ഞു കുട്ടി ഈ വാഹനത്തിൽ ഉള്ളതും എല്ലാം തന്നെ പലപ്പോഴും ഇവരെ ഈ പോലീസിന്റെ സംശയത്തിൽ നിന്നും ഒഴിവാക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഇവരെ പറ്റി കൃത്യമായ സൂചന എക്സൈസിന്റെ നർക്കോട്ടിക് സംഘത്തിന് ലഭിക്കുകയും അങ്ങനെ കൃത്യമായ നിരീക്ഷണം നടത്തി വരികയുമായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഈ നിലവിൽ ഈഞ്ചക്കൽ സ്വദേശിയായിട്ടുള്ള കിരണിനെയും ഒപ്പം തന്നെ കിരണിന്റെ അമ്മ 50 വയസ്സ് പ്രായമുള്ള ബീന, ഒപ്പം തന്നെ പെൺസുഹൃത്തായിട്ടുള്ള സന്ധ്യ, മറ്റൊരു സുഹൃത്ത് അക്ഷയ്, ഇവരുടെ 4 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവരെ 4 പേരെയും ഇപ്പോൾ വിശദമായി ചോദ്യം ചെയ്യുകയാണ്. ഏതെങ്കിലും തരത്തിൽ വലിയ രീതിയിലുള്ള വലിയ രീതിയിലുള്ള ഈ രാസലഹരി കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശൃംഖലയിൽ ഇവർ പ്രധാന കണ്ണികളാണോ നടക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ എക്സൈസ് സംഘം പരിശോധിക്കുന്നുമുണ്ട്. സേതു.